ബുക്കിലും വായിക്കാം. ശ്രീമതി ആന്റിയുടെ അടുത്ത ബുക്കിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം. ഇതിലെ അവസാന ഭാഗത്ത് ആശ്രമോദ്ദേശം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 7ാമത്തെ കാര്യത്തിലാണ് ഇത് പറയുന്നത്. ലോക ഗുരുക്കന്മാരും അവരുടെ വാക്കുകളും നമുക്കെന്നും ആദരണീയമായിരിക്കണം. ഈ കാര്യങ്ങൾ എല്ലാ ദിവസവുമുള്ള അനുഷ്ഠാനങ്ങളിൽ ഉണ്ടായിരിക്കണം. ഈ സംഗതികൾ ഇവിടെ പ്രസ്താവിക്കുന്നത് ഈ പരമ്പരയിൽ എക്കാലത്തും ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്ന് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. കേട്ടില്ലേ പറഞ്ഞത്? ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിന് എക്കാലത്ത് ഒരു ഗുരു ഉണ്ടാവുമെന്ന്. അതാണ് ബ്രഹ്മശ്രീ കരുണാകര ഗുരു. അല്ലാതെ ഒരുപാട് ഗുരുക്കന്മാർ കാലാകാലം വരുമെന്ന് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഇതാണ് ആശ്രമോദ്ദേശം. ഇത് ഞാൻ ഫുള്ള് വായിക്കും. ഇതിൽ 7ാമത്തെ കാര്യമല്ല, ഇത് 7 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ഈ കാര്യം ഇപ്പൊ ശ്രീമതി ആന്റി വായിച്ചത്. അപ്പൊ ഞാനത് മൊത്തത്തിലൊന്ന് വായിച്ചിട്ട് ഇതിന്റെ സൈഡിൽ ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ കോപ്പി ഞാൻ കാണിക്കും. ആശ്രമോദ്ദേശം 1. ആത്മീയ അനുഭൂതി കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്നത് തെറ്റുകൂടാതെ മുന്നോട്ട് നയിക്കുക. അതാണ് 1ാമത്തെ ഗുരു പറഞ്ഞിരിക്കുന്ന ആശ്രമോദ്ദേശം. ഈ 2ാമത്തെ അവരവരിൽ ഉണ്ടാകുന്ന അനുഭൂതികൾ എങ്ങനെ ലോകത്തിന് പ്രയോജനപ്പെടണം, എക്കാലവും അവ എങ്ങനെ നിലനിർത്താൻ സാധ്യമാകും, അതിന് സാധ്യമാകുന്ന മാർഗം സ്വീകരിക്കുക. ഇതിൽ സ്നേഹം ഏറ്റവും പ്രധാന ഘടകമാണ്. സഹജീവികളോടൊന്നും മാത്രമല്ല, ഒരു ജീവിയോടും ദേഷ്യം തോന്നാതെ മനുഷ്യരോടെന്ന പോലെ എല്ലാ ജീവികളോടും ഹൃദയാനുകമ്പ ഉള്ളവരായിരിക്കുക. എല്ലാവരോടും മൃദുഭാവം, കരുണ, ക്ഷമ, അഹങ്കാരമില്ലായ്മ, സുഖത്തിലും ദുഃഖത്തിലും ഇളകിപ്പോകാത്ത മനസ്ഥിതി ഇവ ഉണ്ടായിരിക്കുക. ഇത്രയും കൊണ്ട് നിങ്ങൾ നിങ്ങളെയും ഈശ്വരനെയും സ്നേഹിക്കുന്നവരായി മാറും. ഇതാണ് 2ാമത്തത്. ഈ 3ാമത്തെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ശ്രീകുട്ടി എപ്പോഴും വിമർശിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളാം. 3ാമത്തെ കാര്യം, മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇവ 3ലും നിങ്ങൾ പരിശുദ്ധി നേടാൻ ശ്രമിക്കുക. ഇതിന്റെ ഫലം ഈശ്വരനിൽ നിന്നും നിങ്ങൾക്കും ഈശ്വരൻ നിങ്ങളോടും സ്നേഹമുണ്ടാകും. ഇത് 3ാമത്തെ കാര്യം. ഇത് ശ്രീകുട്ടി പഠിക്കേണ്ടതാണ്, മനസ്സിലെത്തി പഠിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും അവർ വായിച്ചില്ല. അപ്പൊ ഇനി 4ാമത്തത് 4. അതിയായ സന്തോഷം, അസൂയ ഇവ ഭയപ്പെടേണ്ട വസ്തുക്കളായി സൂക്ഷിച്ചുകൊള്ളുക. എന്തെന്നാൽ ഇവ നിങ്ങളെ ഈശ്വരനിൽ നിന്ന് അകറ്റും. അതാണ് 4ാമത്തത്. 5ാമത്തത് ശത്രുവിലും മിത്രത്തിലും മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും നിന്നയിലും തുല്യരായിരിക്കുക. ഈ ലോകം തന്നെ തറവാടെന്ന് കരുതുക. കാരണം നമുക്ക് വരുന്ന എന്തും, ശത്രുവായാലും കൊള്ളാം, മിത്രമായാലും കൊള്ളാം, മാനമായാലും കൊള്ളാം, അപമാനമായാലും, സ്നേഹമായാലും കൊള്ളാം, സ്തുതിയായാലും കൊള്ളാം, നിന്നയായാലും കൊള്ളാം, എല്ലാത്തിലും നമ്മൾ തുല്യരായിരിക്കണം. മനസ്സിലായോ? ഒരു അപമാനം വന്ന